ഹായ് ഗായ്സ്, ഇതാണ് മേക്കപ്പ് ഇല്ലാത്ത ശരിക്കുമുള്ള എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. ഇവിടെ ഡാർക്ക് സർക്കിളുണ്ട്. ഇപ്പോൾ ഉറക്കളപ്പിൻ്റെ സമയമല്ലേ, അപ്പം എന്തായാലും വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോകാൻ വെച്ചു. എന്താണെന്ന് വെച്ചാൽ മൈൻഡ് ചെറുതായിട്ട് ഡിസ്റ്റർബ്ഡാണ്. ഇനി ഇവളും ആ കുഞ്ഞു പൂച്ചയും കൂടെ ഉള്ളു. എൻ്റെ ചക്കുവിനെ പോലെ ഇരുന്ന പൂച്ച പട്ടി പിടിച്ചുകൊണ്ട് പോയി വൈകിട്ട്. ഞാൻ ഒരു ദിവസം രാത്രിയിൽ നമ്മുടെ ചാർലി സിനിമയ്ക്കകത്തെ പോലെ ഒരു ബോണ്ടിങ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. അവൾ മരിച്ചു പോയി 2-3 വർഷം കഴിഞ്ഞിട്ട് അവളെ തിരിച്ച് കിട്ടി എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ ദൈവം സമ്മതിക്കത്തുമില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് കൊണ്ടുപോയി. ചക്കു പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പോയി കൂട്ടിയിരിക്കണമായിരുന്നു. സാരമില്ല പോട്ട് എന്നൊക്കെ പറഞ്ഞ് തലയിലൊക്കെ തലോടി ഒക്കെ ആയിരുന്നു ഞങ്ങൾ സാറ്റ് കളിക്കുമായിരുന്നു. അങ്ങനെ എന്തെല്ലാം ചെയ്യുമായിരുന്നു. അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എടുത്ത് കാണിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ എല്ലാവരും പറയും കള്ളം പറയുക റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടെന്നൊക്കെ. പക്ഷെ ഇത് ശരിക്കുമുള്ള കാര്യം തന്നെ. ആ ഒരു ബോണ്ടിങ് ഇല്ലാതാകുമ്പോൾ അറിയത്തുള്ളൂ അതിൻ്റെ വില. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് പാർക്കിലേക്കാണ്. കുഞ്ഞിനെ കുളിപ്പിച്ചു, അവൻ ഉറങ്ങി, പാല് കുടിച്ചിട്ട് മുടിയൊക്കെ നല്ലപോലെ കയറിപ്പോകുന്നുണ്ട്. ഇവിടുത്തെ മുടിയൊക്കെ പോയി പഴയതുപോലെ പിന്നെയും. ഇനി മാമ-എർത്തിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യണം. എൻ്റേത് മാറ്റി തന്നത് മാമ-എർത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിൽ. അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പേര് പെട്ടെന്ന് മറന്നു, തപ്പ് വരുന്നു. ഹെയർ ഓയിലും അതിൻ്റെ കണ്ടീഷണർ, അതിൻ്റെ മാസ്ക്, ഇതൊക്കെ പിന്നെ അതിൻ്റെ സെറം. കുളിച്ചു, ഫുഡ് കഴിച്ചു. ഇനി ഡ്രസ്സ് അയൺ ചെയ്യാൻ പോവുകയാണ്. അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഹലോ ഗായ്സ്, ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയാണ്. കുഞ്ഞുണ്ട്, ദേവാജുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം തോട്ടഭാഗം ആ ഭാഗത്താണ്. വണ്ടിയൊക്കെ ഇങ്ങനെ തുര അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മയും അച്ഛനും ഈ ടൈമിൽ കയറിയതാണ്. വഴിയൊക്കെ ഒന്ന് കാണണമെന്നും പറഞ്ഞെടുത്തതാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഹായ്, അപ്പോൾ ഞങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരാൾ കയറുന്നു. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു കുഞ്ഞിനൊക്കെ ഒന്ന് ഇവിടെ കൊണ്ടുവരണമെന്ന്, ഔട്ടിങ്ങിന് പോകണമെന്നൊക്കെ. പക്ഷെ എന്താ ചെയ്തിട്ടും പറ്റുന്നില്ല. ആ പഴയ ഒരു ഗുമ്മ ആശാന് കിട്ടുന്നില്ല. അച്ഛനും അമ്മയും ഇങ്ങനെ എപ്പോഴും പുറം നടക്കുന്നുണ്ട്. ആശാന് മസിൽ പിടിച്ചാണ് നടക്കുന്നതൊക്കെ. കയറുക, ഇറങ്ങുക, പിന്നെ കയറുക, പിന്നെ കയറി വെച്ചിട്ട് ഒരൊറ്റ നിരക്കവാണ്. സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ ഇതുപോലെ കയറിയായിരുന്നു. അന്ന് നല്ല സ്മൂത്തായിട്ട് പോയായിരുന്നു. ഇത് പക്ഷേ ആ ഒരു ടൈപ്പുള്ള സ്ലൈഡർ അല്ല, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പാടുണ്ട്. ദേവാജു അവിടെ അതേ തന്നെ സ്റ്റാൻഡായി. അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാല് കണ്ടു. ഞാനതേ കയറാൻ പോവുക. കയറുന്നോടാ? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആളെ കാണത്തില്ല. ആളങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഓടുകയാണ്. ആളുടെ ഫസ്റ്റായിട്ടുള്ള ഒരു ഔട്ടിംഗ് അല്ലേ, അപ്പോൾ ആ ഒരു പവറിലാണ് ആശം നടക്കുന്നത്. എന്താ ചെയ്യുക, എങ്ങോട്ടാ ഒരു ഇതില്ല. ചുമ്മാ കാണുന്ന ഇതിലെല്ലാം വലിഞ്ഞ് കയറുക. ഇപ്പം ഇതേ കയറാനാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കയറിയിട്ടുള്ളതാണ് ഇതിലൊക്കെ. പിന്നെന്താ പറയുക, ഞാൻ പണ്ട് ചെറുപ്പമായിരുന്ന സമയത്ത് എന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഡെവലപ്പായിട്ടില്ല. ഒരു തുറന്ന് നല്ലൊരു ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു ഏരിയ അത്രേ ഉള്ളായിരുന്നു. ആശാന് നല്ല പേടിയുണ്ട് ഉള്ളിൽ, എന്നാലും ആ പേടി കാണിക്കത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വട്ടം കറങ്ങുന്ന പലഹാരമൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാലൊന്നും ആശാൻ കേൾക്കത്തില്ല. അവിടെ കടന്ന് ഉരുളുക. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിൽ കയറണമെന്നായി. അങ്ങനെയൊക്കെ പോകുന്നു ആശാൻ.
പണ്ട് ഞാൻ ഇതുപോലെ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന്. ഇപ്പോഴാ പറ്റിയത്. ഊഞ്ഞാല കണ്ടിട്ടുണ്ട്, പക്ഷേ ആശാൻ അങ്ങനെ കയറി ഇരുന്ന് ആടിയിട്ടില്ല. അമ്മ പറഞ്ഞ് അതേലൊന്ന് കയറി ഇരുന്ന് ആടാൻ പറഞ്ഞു. എങ്ങനെ ആടണ്ടേന്ന് അറിയത്തില്ല, എവിടെ പിടിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കാണിക്കുന്ന പരിപാടി കണ്ടില്ല. എന്ത് രസമാണ് ഇവൻ്റെ കൂടെ ഈ കളിക്കാനാണെങ്കിൽ ഇവൻ്റെ കൂട്ടുകാർക്ക് നല്ല രസമായിരിക്കും. ചിരിച്ച് മറിഞ്ഞ് ചാടാനുള്ള ഇതെല്ലാം വകുപ്പ് അവൻ തന്നെ ഒപ്പിച്ച് വെക്കും. പാവം, അവൻ്റെ സന്തോഷം കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മയിലേക്കാണ് പോകുന്നത്. അവിടെ കയറിയിരി. കാണുന്ന എല്ലാത്തേലും കയറണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ അതിൽ കുട്ടി കാണിക്കുന്ന പോലെ ചെയ്യാൻ അവനൊരു പേടി. അവിടം വരെ കയറി ഇച്ചിരി അകത്തോട്ട് കയറി പിന്നെ തിരിച്ചിങ്ങി അതൊങ്ങും ചെയ്യുന്ന പാവം. അതേ കാരണം ട്രെയിനേല് ദേവാർജുൻ പേടിയുണ്ടോ? പേടിയുണ്ട്. ദേവാജു നിർത്തത്തില്ല. അയ്യോ അയ്യോ അയ്യോ, ആശാനെ പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ എന്തോ ധൈര്യത്തിലെ കാറിൽ കയറി ഇരുന്ന് വണ്ടി ഓടിക്കുന്ന പോലെ ആശാൻ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് പാർക്കിൽ പോയിട്ട് ഇതൊക്കെയായിരുന്നു പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഇവൻ്റെ വാശിക്ക് ഗുണക്കേവി വരെ ഒന്ന് പോയി. പക്ഷെ ആശാന് പേടിയായിരുന്നു, എങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ പുറത്ത് വന്നു.